സബ് എഞ്ചിനീയർ തൃശ്ശൂർ കോർപ്പറേഷന്റെ എക്സാം ഡേറ്റും സിലബസും വന്നിട്ടുണ്ട്. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ അടുത്ത ദിവസത്തോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്ത എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വേക്കൻസി വളരെ കുറവാണ്. നമുക്ക് KSIB സബ് എഞ്ചിനീയർ പോലെ വലിയ വേക്കൻസീസ് ഉള്ള ഒരു എക്സാം ഒന്നുമല്ല. മാക്സിമം ഒരു 10 അല്ലെങ്കിൽ 15 വേക്കൻസീസ് മാത്രമേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 15 വേക്കൻസീസ് വന്നാൽ പോലും നമുക്ക് അതിൻ്റെ അകത്ത് ഏകദേശം ഒരു 3 വേക്കൻസി അല്ലെങ്കിൽ 4 വേക്കൻസി സപ്ലിമെന്ററി ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് സ്പെഷ്യൽ കാറ്റഗറി ആ ഒരു ബേസിൽ റൊട്ടേഷൻ ചാർട്ട് വഴി ആ ഒരു രീതിയിൽ പോകും. മെയിൻ ലിസ്റ്റ് ചെയ്യുന്ന ഒരു 7-8 പേരൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു ടോപ്പ് 12 വേക്കൻസീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എടുക്കുന്നത്. വേക്കൻസീസ് കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ തരുന്നതായിരിക്കും. അതായത് 10 മൊഡ്യൂളിൻ്റെ ആ ഒരു 10 മൊഡ്യൂളിൻ്റെ ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ അടുത്ത ദിവസം തൊട്ട് ഞാൻ അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും. എൻ്റെ ടൈമിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഇപ്പോൾ ഓഗസ്റ്റ് മാസം 3-ാം തീയതിക്ക് മുമ്പ് തന്നെ നമുക്ക് മൊഡ്യൂൾ തീർത്ത് റിവിഷനും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഞാൻ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ പുറത്തുനിന്ന് കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ 5000-10,000 രൂപയ്ക്ക് ആയിരിക്കും നഷ്ടം വരുന്നത്. കാരണം അത് നമ്മളിവിടെ ഫ്രീ ആയിട്ട് തന്നെ തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കോഴ്സ് 5000-10,000 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അവിടെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവരെയൊക്കെ പോയി ജോയിൻ ചെയ്യാം. പക്ഷേ ഈ വേക്കൻസീസ് കുറവായതുകൊണ്ട് തന്നെ പഠിക്കാതിരിക്കരുത്. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കണം. ഓക്കെ, സിലബസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു 60-70% ഇലക്ട്രോണിക്സും 30-40% ഇലക്ട്രിക്കലുമാണ് വരുന്നത്. അതായത് നമ്മുടെ ഇലക്ട്രോണിക്സുകാർക്കും ഇലക്ട്രിക്കലുകാർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. എനിക്ക് തോന്നുന്നത് 2025 ഡിസംബറിൽ വന്നൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 4-ാം തീയതി വരെ എങ്ങോട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്യാനുള്ള. അപ്പോൾ അതിനകത്ത് ടോട്ടൽ അപ്ലൈ ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8030 പേരാണ്. ഇപ്പോൾ 8030 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ അപ്ലൈ ചെയ്ത എല്ലാവരും കൺഫർമേഷൻ ഒന്നും കൊടുക്കത്തില്ല. അതിൻ്റെ അകത്ത് ഏകദേശം ഒരു 6000 പേര് കൺഫർമേഷൻ കൊടുത്തു എന്ന് നമ്മൾ വിചാരിക്കുക. ഈ ഒരു 6000 പേരിൽ നിന്ന് ഒരു 3000 പേര് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവരൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ ലക്ക് വീട്ടിൽ കിട്ടുമെന്ന് വിചാരിച്ച് പോയി എഴുതുന്നവരായിരിക്കും ആ ഒരു 3000 പേര്. അങ്ങനെ പോയി എഴുതിയിട്ട് കാര്യമില്ല. ഉള്ള കാര്യം പറയാലോ, ഇത് അത്യാവശ്യം ടെക്നിക്കൽ ലെവൽ എക്സാമാണ്. ഓക്കെ, അത്യാവശ്യം സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. പണ്ട് കണ്ട നമ്മുടെ PSCൻ്റെ ട്രെൻഡൊന്നും അല്ല ഇപ്പോൾ വരുന്നത്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ പല എക്സാമിനും ചോദിക്കുന്നത്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു ലാസ്റ്റ് 2 ഇയർ അല്ലെങ്കിൽ 3 ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 6000 പേര് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 3000 പേര് KKPP എന്ന രീതിയിൽ എഴുതുന്നവരായിരിക്കും. അതായത് കിട്ടിയാ കിട്ടി പോയാൽ പോട്ടെ എന്ന രീതിയിൽ എഴുതുന്നവരായിരിക്കും. ബാക്കിയുള്ള ഒരു 3000 പേരുണ്ട്. അവർ അത്യാവശ്യം സിലബസ് കവർ ചെയ്ത് MCQs ഒക്കെ പഠിച്ചിട്ട് വരുന്നവരായിരിക്കും, റിവിഷനൊക്കെ ചെയ്ത്. അവരുമായിട്ടാണ് നമ്മുടെ കോമ്പറ്റീഷൻ വരുന്നത്. സോ ഇതിൻ്റെ വേക്കൻസീസ് ഒരു 10 അല്ലെങ്കിൽ 15 വേക്കൻസീസ് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അത്ര വേക്കൻസീസ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങളിത് പഠിക്കാതിരിക്കരുത്. അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് നിങ്ങളിത് പഠിക്കണം. അപ്പോൾ നമുക്ക് എക്സാമിന് 100 മാർക്കായിരിക്കുമല്ലോ എക്സാമിന്. അതിൻ്റെ അകത്തൊരു 30 മാർക്ക് ഒരു എന്താ പറയുക, ഒരു ഗെയിൻ ലെവൽ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് അത്യാവശ്യം നല്ല രീതിയിൽ സിലബസ് പഠിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ MCQ സോൾവ് ചെയ്ത് റിവിഷനൊക്കെ നടത്തിയ ഒരാൾക്ക് മാത്രമായിരിക്കും ആ ഒരു 30 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പം ഒരാൾ ഒരു 70 മാർക്ക് മേടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അത് ആ 30 മാർക്കിൽ നിന്ന് എത്ര മാർക്ക് മൈനസ് ആവാതെ നിൽക്കുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ 70 ക്വസ്റ്റ്യൻസ് ശരിയായി, ഈ 30 എണ്ണം തെറ്റിപ്പോയ മൈനസ് മാർക്ക് ഉള്ളതുകൊണ്ട് നേരെ താഴേക്ക് വരും നമ്മുടെ റാങ്ക്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ദിവസം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. അതായത് സിലബസിലുള്ള കാര്യം നമുക്ക് ആദ്യം തീർക്കണം. അതിനുശേഷം അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള MCQs നമുക്ക് സോൾവ് ചെയ്യണം. അതിനുശേഷം ലാസ്റ്റാണ് നമ്മൾ മോക്ക് ടെസ്റ്റ്. നമുക്ക് ഡെയിലി മോക്ക് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ 2 മാസം പോലും ഇല്ല എക്സാമിന്. അപ്പോൾ നമുക്ക് ഇനി മോക്ക് ടെസ്റ്റ് നടത്താനുള്ള സമയമില്ല. അപ്പോൾ എക്സാമിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. റിവിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു ഇന്ന് പഠിച്ച കാര്യം നാളെ അല്ലെങ്കിൽ നാളെ പഠിച്ച കാര്യം മറ്റന്നാൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണം നിങ്ങൾ. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പ്രോപ്പറായിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അറിയാമല്ലോ, വേക്കൻസീസ് കുറവാണ്. സോ കോമ്പറ്റീഷൻ 3000 പേരെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, കോമ്പറ്റീഷൻ കൂടുതലാണ്. പിന്നെ കോഴ്സ് പുറത്ത് പോയി എടുത്ത് പഠിക്കേണ്ടവർക്ക് പഠിക്കാം. പുറത്ത് പോയി കോഴ്സ് എടുത്ത് പഠിച്ചാലും എന്നീ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അവരും പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ഒരു 5000-10,000 രൂപ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള സിലബസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ നോക്കിയ സമയത്ത് ഒരു 60-70% ഇലക്ട്രോണിക്സും 30-40% ഇലക്ട്രിക്കലുമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ടോട്ടൽ 100 മാർക്കിനാണ് നമുക്ക് സിലബസ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് ഏത് ചോദിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അൺപ്രെഡിക്റ്റബിൾ ആണ് ഇതിൻ്റെ കേസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കലാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക്കലുകാർക്ക് ഫസ്റ്റ് മൊഡ്യൂൾ അത്യാവശ്യം കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ഇലക്ട്രോണിക്സുകാർക്കും കുഴപ്പമില്ലാത്തൊരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ ഈ ഇലക്ട്രിക്കലിൻ്റെ എല്ലാം അറിയാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാതിരിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, എനർജി എന്ന് പറഞ്ഞ് മാത്രമേ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ കറണ്ട് എന്ന് പറയുന്ന സമയത്തുണ്ടല്ലോ, ഈ കറണ്ട് ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോൺ ഫ്ലോ. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോയിനെ പറ്റി, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കെ ഷെൽ, എം ഷെൽ, എൻ ഷെൽ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മോഡൽ ഓഫ് ആൻ ആറ്റത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ, അതൊക്കെ നമുക്ക് പഠിച്ചിട്ട് വേണം ഈ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, എനർജി ഒക്കെ പഠിക്കാനായിട്ട്. അല്ലാതെ ചാടി കയറി അതിൻ്റെ ഡെഫിനേഷനും യൂണിറ്റും അതുപോലെ തന്നെ അതിൻ്റെ എന്തെങ്കിലും ഈ ഫിഗർ ഉണ്ട്, ഈ ഫിഗർ അത് പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ആ ബേസിൽ നിന്ന് തുടങ്ങിയിട്ട് പഠിക്കണം. അല്ലാതെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇപ്പോൾ 100 മാർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു 30 മാർക്ക് ഉണ്ടല്ലോ, ആ 30 മാർക്ക് ആ ബേസ് ആയിട്ടുള്ള ഇതിൽ നിന്നായിരിക്കും മെയിനായിട്ട് ചോദിക്കുന്നത്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലെവലായിരിക്കും ക്വസ്റ്റ്യൻസ് ആണ് 30 മാർക്ക് വരുന്നത്. ആ ഒരു 30 മാർക്കാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ജോലി കിട്ടാനും കിട്ടാതിരിക്കാനുമുള്ള ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു 30 മാർക്ക് നെഗറ്റീവ് അല്ലാതെ മാക്സിമം പോസിറ്റീവ് അടിക്കാൻ നോക്കണം, പോസിറ്റീവ് ആക്കാൻ നോക്കണം. അപ്പോൾ ബേസ് തൊട്ട് നമ്മൾ പോകണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ഞാൻ ഫ്രീ ആയിട്ട് തന്നെ തരുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നൊരു കാര്യം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അത് ബേസിക്സ് ഇലക്ട്രിസിറ്റി ആൻഡ് DC സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. പിന്നെ നെറ്റ്വർക്ക് തിയറത്തിലൊക്കെ ഉള്ളതുപോലെ KCL, KVL എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ചെറിയൊരു പോർഷൻ കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളൂ. ഇനി രണ്ടാമത്തെ മൊഡ്യൂളല്ല, രണ്ടാമത്തെ ഒരു പാർട്ട് നോക്കുവാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ പറ്റിയും ഇലക്ട്രോമാഗ്നറ്റിക്സിനെ പറ്റിയും പഠിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ചിലർ വിട്ടു പോകുന്നൊരു കേസ് ഉണ്ട്. ഇതുണ്ടോ, കപ്പാസിറ്റർ ഇൻ സീരീസ് പാരലൽ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്ന് പറഞ്ഞ് ഈ ഒരു പോർഷൻ പഠിക്കാതെ പോകും. അങ്ങനെ പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ആ സംഭവത്തിന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈനസ് മാർക്ക് വരും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ മാർക്ക് കുറയും, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മൊഡ്യൂൾ, ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബേസിക്സ് ആണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിസം, കപ്പാസിറ്റർ ആൻഡ് കപ്പാസിറ്റൻസ്, പിന്നെ കുറച്ച് ലോസും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത്, ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്നത്. ഈ ലോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. അതായത് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇത് ഏത് ലോ ആണെന്ന് ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ ലോയുടെ ചില ഇക്വേഷൻസ് തന്നിട്ട് ഇത് ഏത് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളതാണെന്ന് ചോദിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കലാണ്. 10 മാർക്കിനാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് തന്നെ സെമി കണ്ടക്ടർ ഡയോഡ്സിനെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനർജി ബാൻഡ് ഡയഗ്രാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടൈപ്പ് ഓഫ് ഡയോഡ്സ്, പിന്നെ സെന ഡയോഡ് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തു നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ, ഈ ഡയോഡിൻ്റെ സെക്ഷനിൽ നിന്ന് തന്നെ. ഈ ഫസ്റ്റത്തെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ സെക്കൻഡിലേക്ക് പോകരുത്. അതായത് ഈ ഒരു ഫസ്റ്റത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ സെക്കൻഡിലേക്ക് പോകരുത്, നിങ്ങൾ നേരെ തേർഡിലേക്ക് പോവുക. ഈ മാർക്ക് ചെയ്തേക്കുന്ന ഈ ഒരു തേർഡ് എന്ന് പറഞ്ഞ പോർഷനിലേക്ക് പോവുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, സെന ഡയോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റെഗുലേറ്റർ സർക്യൂട്ടാണ് ഇതിൻ്റെ അകത്ത് സിലബസിൽ ഇത് പഠിക്കാനുണ്ട്. അതിന് തൊട്ട് താഴെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് പവർ സപ്ലൈ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റെഗുലേറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞ് ഇത്രയും പഠിച്ചു കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോകുന്നത് പവർ സപ്ലൈ എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്ക് ആയിരിക്കും. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്ക് പോകുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ഇത് പഠിക്കുന്നു, ഒന്നാമത്തെ പഠിക്കുന്നു, അതിനുശേഷം മൂന്നാമത്തെ പഠിക്കുന്നു. അതായത് മൂന്നാമത്തെ മൊഡ്യൂൾ അല്ല കേട്ടോ, മൂന്നെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്ന ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈ ഒരു സെക്ഷൻ പഠിക്കുന്നു. ട്രാൻസിസ്റ്ററിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇലക്ട്രോണിക്സിനെ പറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. ഇതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 മാർക്കിനാണ് നമ്മുടെ മൊഡ്യൂൾ 2 വരുന്നത്. ഇലക്ട്രോണിക്സ് ആണ് കേട്ടോ മൊഡ്യൂൾ 2. മൊഡ്യൂൾ 3 ഇലക്ട്രിക്കലാണ്. 10 മാർക്കിനാണ് മൊഡ്യൂൾ 3 വരുന്നത്. മൊഡ്യൂൾ 3 ഫണ്ടമെൻ്റൽ ഓഫ് AC സിസ്റ്റത്തെ പറ്റിയിട്ടാണ് മെയിനായിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് ടേംസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഈ മൂന്നാമത്തെ മൊഡ്യൂളിൽ. പിന്നെ 3 ഫേസ് സർക്യൂട്ട്സിനെ പറ്റിയൊക്കെ ഒരു ചെറിയ രീതിയിൽ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, സ്റ്റാർ ഡെൽറ്റ കണക്ഷൻസ് ഇൻ 3 ഫേസ് AC സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമുക്ക് AC ഫണ്ടമെൻ്റലിനെ പറ്റി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ 3 ഫേസ് സിസ്റ്റത്തെ പറ്റിയൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജീനെ പറ്റി പഠിക്കാനുണ്ട്, സേഫ്റ്റീനെ പറ്റി പഠിക്കാനുണ്ട്, ഫസ്റ്റ് എയ്ഡിനെ പറ്റി പഠിക്കാനുണ്ട്, ബാറ്ററിനെ പറ്റി പഠിക്കാനുണ്ട്, സോളാറിനെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, ഈ ഒരു ടോപ്പിക്, അതായത് ഇപ്പോൾ മാർക്ക് ചെയ്തേക്കുന്ന ഈ ഒരു സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററി, സോളാർ എന്ന് പറഞ്ഞ് മാത്രം പഠിക്കരുത്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ കേസാണെങ്കിൽ ഒരുപാട് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, വലിയ രീതിയിൽ എന്താ പറയുക, വലിയ തിയററ്റിക്കലായിട്ടുള്ള വലിയ സംഭവങ്ങളൊന്നും നമുക്ക് ഇലക്ട്രിക്കലിൻ്റെ പോർഷനിൽ ഇതിൽ പഠിക്കാനില്ല. ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. മൂന്നാമത്തെ മൊഡ്യൂളും 10 മാർക്കിനാണ്. ഓക്കെ, നാലാമത്തെ മൊഡ്യൂളും 10 മാർക്കിനാണ്. നാലാമത്തെ മൊഡ്യൂൾ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ നാലാമത്തെ മൊഡ്യൂളിൽ ആദ്യത്തെ സെക്ഷൻ വരുന്നത് LIC തന്നെയാണ്. അതായത് ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ഒപ്പാമ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും, പിന്നെ DAC ADC, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നാലാമത്തെ മൊഡ്യൂളിൽ ഇലക്ട്രോണിക്സിൽ അവർ കൊടുത്തേക്കുന്നത്. പിന്നെ ഓസിലേറ്റേഴ്സിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ
ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സ്. അപ്പോൾ അത് ടോട്ടൽ 10 മാർക്കിനാണ്. LICയും ഓസിലേറ്റേഴ്സും നിങ്ങളുടെ മിക്സ് ആയിട്ട് 10 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മൊഡ്യൂൾ 5 ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കൂടെ മിക്സ്ഡ് ആണ്. അതായത് വയറിംഗ് ആക്സസറീസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കലിൻ്റെ ഒരു പോർഷനാണ് വരുന്നത്. പിന്നെ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കലും ഉണ്ട്, എന്നാൽ ഇലക്ട്രോണിക്സും ഉണ്ട് അതിനകത്ത്. ഓക്കെ, ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും മിക്സ് ആയുള്ള ഒരു പോർഷനാണ് മൊഡ്യൂൾ 5. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്വിച്ചസിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. SPST സ്വിച്ച്, അതിൻ്റെ സിമ്പിൾ പഠിക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തിയററ്റിക്കലായുള്ള കുറച്ച് ഇതുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് വയറിംഗ് ആക്സസറീസിൽ. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ അകത്തുനിന്നൊരു 5 to 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. പവർ ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഒരു ചെറിയ പോർഷൻസ് മാത്രമേ പവർ ഇലക്ട്രോണിക്സിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതുണ്ടോ പവർ സപ്ലൈ, ബാറ്ററി ചാർജ്, ഇതൊക്കെ നമ്മൾ നേരത്തെ ഇതുണ്ടോ ബാറ്ററി ചാർജൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. പവർ സപ്ലൈ ഒക്കെ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ പവർ ഇലക്ട്രോണിക്സ് ഇവിടെയാണെങ്കിലും കുറച്ച് പവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അഡ്വാൻസ്ഡ് ആയിട്ട് ഇവിടെ നമുക്ക് അത് കമ്പയർ ചെയ്യുമ്പോൾ പഠിക്കാനുള്ളത്. പിന്നെ ഫെറ്റ്, JFET, UJT, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് ഇലക്ട്രിക്കലും ആണ്, എന്നാൽ ഇലക്ട്രോണിക്സും ആണ്, ആ രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ആ ഒരു മൊഡ്യൂൾ 5 ആണ് കേട്ടോ. മൊഡ്യൂൾ 6ൻ്റെ കേസ് കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക്സ് ആണ്, അതായത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ് വരുന്നത്. അതിൻ്റെ കേസിന് എന്തായാലും ഒരു മാർക്കിന് കൺവേർഷൻ എന്തായാലും വരും. അതായത് കൺവേർട്ടിങ് ഡിജിറ്റൽ ടു ബൈനറി, അല്ലെങ്കിൽ ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക്, അല്ലെങ്കിൽ എക്സിൽ നിന്ന് ഡെസിമലിലേക്ക്, അങ്ങനെ ഒരു കൺവേർഷൻ എന്തായാലും ഒരു ചോദിക്കാറുണ്ട് എല്ലാ കൊല്ലം. പിന്നെ ഗേറ്റിനെ പറ്റി പഠിക്കാനുണ്ട്. ഇതുണ്ട് നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, എക്സോർ ഗേറ്റ്, നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ്, എക്സ് നോർ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഗേറ്റിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ ഗേറ്റിൻ്റെ ചിലപ്പോൾ സിമ്പിളായിരിക്കും ചോദിക്കുന്നത്, അത് ഇക്വേഷൻ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേറ്റ് ചെയ്തുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ വരെ ക്വസ്റ്റ്യൻസ് വരാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ അകത്ത് മെമ്മറീസിനെ പറ്റി, സെമി കണ്ടക്ടർ മെമ്മറീസിനെ പറ്റി ഒരു സെപ്പറേറ്റ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റോമിനെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട് നമ്മുടെ ഈ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഈ ഒരു മൊഡ്യൂൾ 6 തന്നെ. ഓക്കെ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഇത് തന്നെ, അതും 10 മാർക്കിനാണ് കേട്ടോ. ഇനി മൊഡ്യൂൾ 7 ആണെങ്കിൽ 10 മാർക്കിനാണ്. ഇതിൻ്റെ അകത്ത് മെഷീൻസിനെ പറ്റിയാണ് കൂടുതൽ പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 7 AC മെഷീൻ, DC മെഷീൻ, അതുപോലെ തന്നെ ഇൻഡക്ഷൻ മോട്ടേഴ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ മൊഡ്യൂൾ 8 ഇലക്ട്രോണിക്സ് ആണ്, 10 മാർക്കിനാണ്. ഓക്കെ, അതിനകത്ത് ടെലിവിഷനും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ മൊഡ്യൂൾ 9 ഇൻസ്ട്രുമെൻറ്റേഷന് കുറച്ച് പാർട്ട് വരുന്നുണ്ട് ഇതിൻ്റെ അത് മൊഡ്യൂൾ 9ൻ്റെ അകത്ത്. എന്നാൽ ഇലക്ട്രിക്കലിൻ്റെ പാർട്ടും വരുന്നുണ്ട്, ഇലക്ട്രോണിക്സിൻ്റെ പാർട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ ഇലക്ട്രിക്കൽ എന്നും പറയാൻ പറ്റില്ല. ഇലക്ട്രോണിക്സിൻ്റെ പാർട്ട് മജോറിറ്റി വരുന്നതുകൊണ്ട് ഇലക്ട്രോണിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ മൊഡ്യൂൾ 9 പിന്നെ മൊഡ്യൂൾ 10 നോക്കുവാണെങ്കിൽ ഇലക്ട്രോണിക്സ് ആണ് കംപ്ലീറ്റ്ലി. ഇപ്പോൾ മൈക്രോ കൺട്രോളേഴ്സിനെ പറ്റി 8051 മൈക്രോ കൺട്രോളേഴ്സിനെ പറ്റി ഡിഗ്രി ഡിപ്ലോമയിലൊക്കെ പഠിക്കാനുണ്ട് ഇലക്ട്രോണിക്സുകാർക്ക്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് മൊഡ്യൂൾ 10 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഫുള്ള് കവർ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു, അതായത് ഫുള്ള് മൊഡ്യൂൾ കവർ ചെയ്ത് പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. പഠിച്ച കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ എത്രമാത്രം പഠിക്കുന്നു അത്രയും പഠിച്ച കാര്യം പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്ത് തറവാക്കുക. അതിൽ നിന്ന് എങ്ങനെയൊക്കെ കറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതാണ് ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, അടുത്ത ദിവസം തൊട്ട് നമ്മൾ ഫ്രീ ആയുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നിങ്ങൾ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. മേ ബി ഒരു ജൂൺ 30ക്ക് മുമ്പ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ.